ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആനാസ് വ്ലോഗ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മദീനയിലോട്ടാണ്. നമ്മൾ ഇന്ന് നമ്മൾ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഗൈസ്. ഇപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ റൗള ഷെരീഫിൽ കയറാൻ വേണ്ടി പെർമിറ്റ് എടുത്തായിരുന്നു. സമയം മഗ്‌രിബിൻ്റെ സമയത്താണ്. അപ്പോൾ ഇപ്പോൾ മര്യാദ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പോകണം. നല്ല ചുട്ടുകൊള്ളുന്ന വെയിലാണ് ഗൈസ്. മസ്ജിദുൽ നബവിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമുണ്ട് നമ്മുടെ റൂമിലോട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ട് നല്ല വെയിലത്താണ് ഈ നടന്നു പോകുന്നത്. നല്ല രസമാണ് അവിടെ കൂടി ഇങ്ങനെ നടന്നു പോകാൻ. കുറേ പ്രാവുകളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് പ്രാവിനായിട്ട് കളിക്കാൻ പോയി. മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും എവിടെ നോക്കിയാലും കുറേ പ്രാവിനെ കാണാൻ പറ്റും. കുറച്ചു നേരം പ്രാവുമായിട്ട് കളിക്കാൻ ഹയാക്ക് സമയം കൊടുത്തു. മദീനയിൽ പെട്ടെന്ന് എത്താനുള്ള കുറുക്കുവഴിയൊക്കെ ഞങ്ങൾ കണ്ടെത്തി അങ്ങനെ എത്തിയിട്ടുണ്ട്. പക്ഷേ നല്ല വെയിലാണ്, അത് മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. ഞങ്ങൾ ഗേറ്റ് നമ്പർ 365 വഴിയാണ് കയറിയത്. ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു 365 എന്ന വഴി കൂടെ കയറാനും ഇറങ്ങാനും ചെയ്യാവുള്ളെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും നമ്പർ. പകലായതുകൊണ്ട് കുടകളെല്ലാം നിവർന്ന് നിൽക്കുവാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ഹയാക്ക് ഇതിനകത്തൊന്നും കയറാൻ പറ്റിയില്ല. അന്ന് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പ്രവേശനം ഇല്ലായിരുന്നു. ആൾക്കാർ പോരുന്നുള്ളൊരു ഫുള്ളായിട്ട് കിട്ടുമോ? ആ പച്ച കുബ്ബയ്ക്ക് താഴെയാണ് റൗള ഷെരീഫ്. അവിടെ കാണുന്ന ഓരോ തൂണിനും കുറെ ചരിത്രങ്ങളുണ്ട്. ഉസ്താദൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇതാണ് ജന്നത്തുൽ വാഖിയ. നമ്മുടെ പ്രധാനപ്പെട്ട പലരുടെയും ഖബർ ഇവിടെയാണുള്ളത്. നമ്മുടെ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പത്നിമാരിൽ ചിലവരെല്ലാവരും ഇവിടെയാണ് അടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഖദീജാബി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന്. ടൈം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജന്നത്തുൽ വാഖിയയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. പകൽ സമയത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളി ചുറ്റും കാണാൻ പറ്റി. ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്തത്, വേറെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. മുഖമെല്ലാം വെയിലടിച്ച് കറുത്ത കരിമന്തി പോലായി ഞങ്ങളുടെ എല്ലാവരുടെയും മുഖം. ഇതെല്ലാം ഓരോരോ പ്രധാനപ്പെട്ട വാതിലുകളാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഓരോ വാതിലിനും ഓരോരുത്തരുടെ പേരും മറ്റും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊടകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയാണല്ലേ. ഞങ്ങൾ മദീന പള്ളി ചുറ്റും നടന്ന് കണ്ടു. എത്ര വലുതാണെന്ന് അറിയാവോ ഇത്? ഇസ്ലാം മത വിശ്വാസപ്രകാരം പവിത്രമായ 2ാമത്തെ മസ്ജിദാണ് സൗദി അറേബ്യയിലെ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ നബവി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർമ്മിച്ച പള്ളിയാണിത്. പിന്നീട് വന്ന ഭരണകർത്താക്കൾ അത് വളരെയധികം വിസ്തൃതമാക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ AD 622 ഈ പള്ളി നിർമ്മിച്ചത്. മദീനയിൽ പ്രവാചകന്റെ വീടിനോട് ചേർന്നാണ് പള്ളി സ്ഥാപിച്ചത്. പ്രവാചകന്റെ വീടിന്റെയും പ്രസംഗപീഠത്തിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷെരീഫ് എന്നറിയപ്പെടുന്നത്. മസ്ജിദ് പുതുക്കി പണിതപ്പോൾ ഇത് മസ്ജിദിന്റെ ഏകദേശം മധ്യത്തിലായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം ഈ പള്ളിക്കടുത്തുള്ള ആയിഷയുടെ വീട്ടിലാണ്. പ്രവാചകന്റെ ഖബർ ആർക്കും കാണാൻ സാധിക്കാത്ത വിധം 3 ഭിത്തികളുടെ ഇടയിലാണ്. പള്ളി വിപുലീകരിച്ചപ്പോൾ വീട് പള്ളിക്കുള്ളിലാവുകയായിരുന്നു. ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഏകദേശം സമചതുര ആകൃതിയിൽ മേൽക്കൂരയില്ലാതെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് പണിതത്. ഞങ്ങൾ അകത്തോട്ട് നിസ്കരിക്കാൻ വേണ്ടി കയറുവാണ്. ഹയ ഒരു കസേരയും തൂക്കി പിടിച്ചോണ്ട് നടപ്പ് കണ്ടോ.
ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് ഈ മസ്ജിദിൽ പ്രത്യേക സ്ഥലം ഒരുക്കിയിരുന്നു. നിബിതങ്ങൾ നിർമ്മിച്ച മസ്ജിദിന് 3 വാതിലുകളാണ് ഉണ്ടായിരുന്നത്. തെക്ക് ഭാഗത്ത് ബാബുൽ റഹ്മ, പടിഞ്ഞാറ് ഭാഗത്ത് ബാബുൽ ജിബ്രീൽ, കിഴക്ക് ഭാഗത്ത് ബാബുൽ നിസ. പള്ളിയോട് ചേർന്ന് കോടതി, മതപഠന കേന്ദ്രം, സാമൂഹിക കേന്ദ്രം എന്നിവയൊക്കെയുണ്ട്. AD 707 പഴയ മസ്ജിദ് മാറ്റി വലുതാക്കി പണിതു. ഒപ്പം പ്രവാചകന്റെ അന്ത്യവിശ്രമ സ്ഥാനത്ത് മക്ബറയും പണിതു. ഒപ്പം തേക്കിൽ തീർത്ത മേൽക്കൂരയും പണിതു. ചുമരുകൾ വെണ്ണക്കല്ല് കൊണ്ട് അലങ്കരിച്ചു. വിവിധ ഘട്ടങ്ങളിലെ വിപുലീകരണത്തിലൂടെയാണ് ഇന്നുള്ള രീതിയിൽ മസ്ജിദുൻ നബവി വിശാലമായത്. AD 622 മക്കയിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യരോടൊപ്പം മണ്ണും മരവും ചുമന്ന് നിർമ്മിച്ചതാണ് മസ്ജിദുൻ നബവി. ചളിക്കട്ട കൊണ്ടുള്ള ചുമരുകൾക്കിടയിൽ ഈന്തപ്പനത്തടി തൂണാക്കി ഈന്തപ്പനയോല മേഞ്ഞ 1050 ചതുരശ്ര മീറ്റർ നിർമ്മിക്കപ്പെട്ട ലളിതമായ ഒരു കെട്ടിടമായിരുന്നു അന്ന്. പിന്നീട് AD 628 നബിയുടെ ജീവിതകാലത്ത് തന്നെ 2500 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നവീകരിച്ചു. നബിയുടെ വിയോഗശേഷം AD 638 രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്ത് ആദ്യമായി 4200 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 6 കവാടങ്ങളുമായി മസ്ജിദ് നവീകരിച്ചു. പിന്നീട് 3-ാം ഖലീഫ ഉസ്മാന്റെ കാലത്ത് വീണ്ടും നവീകരിച്ചു. അന്ന് മസ്ജിദിനകത്തെ ഇഷ്ടികകൾ അറബിക് കൈയെഴുത്തുകൊണ്ട് അലങ്കരിച്ചു. ഈ പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്നത് സംസം വെള്ളമാണ്. ഈ കാണുന്നതെല്ലാം മസ്ജിദിന്റെ അകഭാഗമാണ്. നബിയുടെ ഖബറിടം കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങളും പോയായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തത് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. ഇത് വാപ്പി എടുത്ത വീഡിയോ ആണ്. നബിതങ്ങളുടെ ഖബറിടവും ഖലീഫമാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിനുള്ളിലെ നിർമ്മിതികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ശരീഫൊക്കെ കണ്ട് പുറത്തിറങ്ങി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇനി റൂമിലോട്ട് പോകാൻ.
വെയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ കുളകളെല്ലാം അടഞ്ഞു. ഈ ഗ്രില്ലിട്ടേക്കുന്ന ഭാഗമാണ് ജന്നത്തുൽ ബാക്കിയ. ഞങ്ങൾ അവിടെ കുറച്ചു നേരം കൂടി നടന്നു. വെളുപ്പിന് വന്നാൽ മാത്രമേ ജന്നത്തുൽ ബാക്കിയ കാണാൻ പറ്റത്തുള്ളൂ. ആ ചന്ദ്രക്കല നിൽക്കുന്നത് കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയാണെന്ന് നോക്കാം. കറക്റ്റ് ആ മിനാരത്തിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.